നമ്മുടെ പള്ളിയുടെ കഴിഞ്ഞ വർഷത്തെ കണക്കവതരണവും അതോടൊപ്പം നമ്മുടെ പള്ളിയുടെ ചരിത്രത്തെക്കുറിച്ച് ഒരു അവലോകനവും നടത്തപ്പെടുന്നതാണ്. അതിനായി നിങ്ങളെ എല്ലാവരെയും ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ആദ്യമായി ഇടവകയുടെ അഭിമാനവും ആരാധ്യനുമായ ഫാദർ കിടപ്പിലാമുറിയെ ഞാൻ നിങ്ങളുടെ ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ പള്ളിയുടെ ചരിത്രം അവലോകനം ചെയ്യുന്നതിനായി ശ്രീമാൻ ചരിത്രം മത്തായിയെയും ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. നമ്മുടെ പള്ളിയുടെ ചരിത്രം അവലോകനം ചെയ്യുന്നതിനായി ശ്രീമാൻ ചരിത്രം മത്തായിയെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. മൈക്കിന്റെ ഓഡിയോ ഒന്ന് കൂട്ടിക്കേ. അതിനു മുമ്പായി നിങ്ങളോട് രണ്ടു വാക്ക് സംസാരിക്കുന്നതിന് വേണ്ടി ഫാദർ കിടപ്പിലാമുറിയെ ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. സ്നേഹമുള്ള ഇടവകയിലെ ജ്ഞാനായ കുഞ്ഞാടുകളെ, ഈ അവസരത്തില്, ഈ വേളയില് ഇവിടെ നിൽക്കുമ്പോൾ നിങ്ങളെയൊക്കെ ഒരുമിച്ച് കാണുമ്പോൾ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. കുഞ്ഞാടുകളെ, ഈ അവസരത്തില് എന്റെ മനസ്സിലേക്ക്, എന്റെ ബോധമണ്ഡലത്തിലേക്ക് കടന്നു വരുന്നത് കഴിഞ്ഞ വർഷം ഈ സമയത്ത് ഈ വേളയിൽ കണക്ക് അവതരിപ്പിച്ചപ്പോൾ ഉണ്ടായ അനിഷ്ട സംഭവങ്ങൾ ഓരോന്നുമാണ്. ആ അവസരത്തില്, ആ സന്ദർഭത്തില് കുഞ്ഞുകാടുകളെ നമുക്കേവർക്കും അറിയാം, 5 പേരാണ് കത്തിക്കുത്തേറ്റ് തലകടിയേറ്റ അബോധാവസ്ഥയിലായി ആശുപത്രിയിലായത്. ആ അവസ്ഥ, ആ സന്ദർഭങ്ങളൊന്നും ഈ വേളയിൽ ആവർത്തിക്കപ്പെടുവാൻ ഇടയാക്കരുതെന്ന് സ്നേഹമുള്ള കുഞ്ഞാടുകളോട് ഒരിക്കൽ കൂടി ആദ്യമായി ഞാൻ എന്നെ അഭ്യർത്ഥിക്കുകയാണ്. വേറെ അധികമൊന്നും ഈ അച്ഛന് സംസാരിക്കാനില്ല, നമുക്ക് തുടരാം. അല്ലോ അച്ഛാ, പോകല്ലേ. നമ്മുടെ ലേലത്തെക്കുറിച്ച് 2 വാക്ക്. ആ ലേലത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ വിശുദ്ധ ജോഷി സംവിധാനം ചെയ്ത് അപ്പസ്തോല പ്രവർത്തകനായിരുന്ന സുരേഷ് ഗോപി ആനക്കാട്ടിൽ ചാക്കോച്ചിയായി അവതരിപ്പിച്ച ആ രംഗങ്ങളാണ് എന്റെ മനസ്സിലേക്ക് കടന്നു വരുന്നത്. അതിൽ ആനക്കാട്ടിൽ ചാക്കോച്ചിയുടെ അപ്പനായി അവതരിപ്പിച്ച സോമൻ പറയുന്ന ഒരു ഡയലോഗുണ്ട്. അതെന്റെ മനസ്സിലേക്ക് കടന്നു വരികയാണ്. നേരാ തിരുമേനി, ഇപ്പൊ ഞാൻ പള്ളിക്കൂട്ടത്തിൽ പോയിട്ടില്ല. എന്റെ അച്ഛനൊരു മരം വെട്ടുകാരനായിരുന്നു. 12ാമത്തെ വയസ്സില് അമേഴ്ചയുടെ കുഴിമാടത്തിൽ കയറി പിടിച്ച് സായിപ്പിനെ വെട്ടി തുണ്ടമാക്കി. എന്റെ അച്ഛാ, കോഴിലേലത്തെ കുറിച്ച് പറയാനാ പറഞ്ഞത്. ഓ സോറി, തമിഴിലും കോഴികളെ കുറിച്ച് പലരും പറഞ്ഞിട്ടുണ്ട്. പ്രശസ്ത സിനിമാ നടനായ ശ്രീനിവാസൻ അദ്ദേഹം ഇങ്ങനെ പാടുകയുണ്ടായി, അദ്ദേഹം എഴുതി പാടുകയുണ്ടായി. ആ കുണുകിട്ട കോഴി കുള കോഴി ഒന്നെമ്പുറത്തെ വായറ്റാട്ടി. എന്റെ അച്ഛനാരാ സിനിമയിൽ കൈവശം തന്നിരിക്കുന്നത്? നമ്മുടെ പൊള്ളാച്ചി കോഴിയെ കുറിച്ച് പറയാനാ പറഞ്ഞത്. ദയവായി ക്ഷമിക്കാം. കോഴികളെ കുറിച്ച്, അതായത് തമിഴും കോഴികളെ കുറിച്ച് പലരും പാടിയിട്ടുണ്ട്. തമിഴിലും കോഴികളെ കുറിച്ച് പലരും പാടിയിട്ടുണ്ട്, എഴുതിയിട്ടുണ്ട്. ആ വറുത്ത് വെച്ചിരിക്കുക, ആ പൊരിച്ച് വെച്ചിരിക്കുക, ആ വറുത്ത കോഴി മുളക് പോട്ട് ഇട്ട് അത് മത്തായി അതിന്റെ മണം എന്റെ മൂക്കിലേക്ക് ഇങ്ങനെ അടിച്ച് കയറി വരിക. എന്റെ അച്ഛ അവിടെ എങ്ങാനും പോയിരി. അടുത്തായിട്ട് നമ്മുടെ ചരിത്രം പറയുന്നതിനായി ചരിത്രം മത്തായി വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ആ മൈക്കിന്റെ ഓഡിയോ ഒന്ന് കൂട്ടിക്കേ അല്പം. അതിനു മുൻപായി നമ്മുടെ പള്ളിക്ക് സംഭാവന തന്ന പേരുകൾ വായിക്കുകയാണ്. ആദ്യമായി നമ്മുടെ പെയിന്റുകൾ നടത്തുന്ന ഇട്ടിപ്പറമ്പിൽ ഇട്ടൂപ്പ് 1500 രൂപ. ആ കുഞ്ഞാടിനൊരു കൈയ്യട്ടി കൊടുത്താട്ടെ മക്കളെ, കൊടുത്താട്ടെ. 2 തുണിക്കട നടത്തുന്ന ജോസ് 1250 രൂപ കൊടുത്താട്ടെ. ആ കുഞ്ഞാടിന് ഒരു കൈയ്യട്ടി കൊടുത്താട്ടെ. 2 ഷാപ്പ് 7 ബാറ് നടത്തുന്ന കോട്ടപ്പുറം വർഗീസ് 150 ഉലുവ. അവര് കൈയ്യടി കൊടുക്കണ്ട. വെട്ടിപ്പുറം വെള്ളമ്മ 75,000 രൂപ. മോനെ, അത് നടക്കില്ല. അത് കണക്കിപ്പെടുത്തണ്ട. അത് കണക്കിപ്പെടുത്താൻ പറ്റുന്ന പൈസയല്ല. ദേവിന് കണക്കിപ്പെടുത്താൻ നിൽക്കണ്ട. അതെന്താ അച്ചോ? എന്റെ കുഞ്ഞെ, അവള് കണക്കിപ്പെടുത്താത്ത വിടുത്തണ്ട. അവള് നേരായ രീതിയിലൂടെ പൈസ സമ്പാദിക്കുന്ന സ്ത്രീയല്ല.
നീ അത് വിട്ടേര്. പിന്നെ അത് നാട്ടുകാരുടെ കൂടെ പൈസയാ, ഞങ്ങൾ അധ്വാനിച്ച പൈസയാ അത്. എന്റെയും ഉണ്ട് ഒരു 1500. എന്നാ കുഞ്ഞ നീ ഒരു കാര്യം ചെയ്യാം, അപ്പത്തേന്ന് ഒരു 1750 അങ്ങ് കുറച്ചേര്. ആ വെറുതെ അല്ല ഫാദർ കിടപ്പില്ലാമുറിയായത്. അടുത്തായിട്ട് നമ്മുടെ പള്ളിയുടെ ചരിത്രം അവലോകനം ചെയ്യുന്നതിനായി ശ്രീമാൻ ചരിത്രം മത്തായി വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ആ മൈക്കിന്റെ വോളിയം കൂട്ടിക്കൊന്ന് അല്പം. അതിനു മുൻപായി നമ്മുടെ പള്ളിയുടെ കഴിഞ്ഞ വർഷത്തെ കണക്കുകൾ വായിക്കുകയാണ്. അതിനായി കൈയിട്ടുവാരി കറിയ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. സ്നേഹം നിറഞ്ഞ ഫാദർ കിടപ്പില്ല മുറി അയലി അത്തായിച്ചു മറ്റ് ഇടവകാംഗങ്ങളെ, കഴിഞ്ഞ 2 വർഷമായിട്ട് അതൊക്കെ പോട്ടെ, ഞാനിങ്ങനെ കയറി വന്നപ്പോ എന്നെക്കുറിച്ച് ഇവിടെ ആരൊക്കെ പുകഴ്ത്തി സംസാരിക്കുന്ന കേട്ടു. ആരാണ്? അല്ല പുറത്ത് അതിവിടെ വേണ്ട കേട്ടോ, അതിവിടെ വേണ്ട. പ്രിയ സുഹൃത്തുക്കളെ, കഴിഞ്ഞ 2 വർഷമായിട്ട് ഈ പള്ളിയുടെ കണക്കുകൾ വളരെ കൃത്യമായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയുണ്ടായി. അതുപോലെ തന്നെ ഈ വർഷവും പള്ളിയുടെ കണക്കുകൾ കൂട്ടി കിഴിച്ച് ഗുണിച്ച് ഹരിച്ച് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ബാഗിലുണ്ട്. ഇതാണോ പള്ളിയുടെ ഒരു വർഷത്തെ കണക്ക്? ഇത് തന്നെ കൂടുതലാ, ഇത് മതി. ആ മതി, വായിക്കും. പള്ളി പെയിന്റ് അടിച്ച വക 25,000 രൂപ. 25,000 രൂപയോ? ആ എന്റെ അച്ഛോ ഇത് തെറ്റായിട്ട് പറയണേ. അച്ഛ ഇത് ഞാനൊന്നും നോക്കിയില്ല. ഞാനൊന്ന് പറയട്ടെ, പെയിന്റ് അടിച്ചതിന് കുറച്ചായുള്ളൂ. പെയിന്റ് അടിക്കാൻ വന്നൊരു പൈന്റ് മേടിച്ചതാ, ബാക്കി പൈസ സമ്മതിക്കില്ല. ഈ അച്ഛൻ ഇവിടെ ഉള്ളിടത്തോളം കാലം സമ്മതിക്കില്ല. അച്ഛൻ വേണ്ടത് അതിന് അച്ഛൻ മിണ്ടിയാലെന്നെ മേടിച്ചതിന് മുക്കാലും ഈ അച്ഛനാ കുടിച്ച. അത് പൈൻ്റായിരുന്നോ, വീഞ്ഞല്ലായിരുന്നോ? പിന്നെ വീഞ്ഞു ഒന്നാമത്തെ OPR ആയിരുന്നു. അടുത്ത കണക്ക് വായിക്കും. അടുത്ത ഭാഗം തെങ്ങേപ്പാട്ട് വക 3,350 രൂപ 50 പൈസ. തെങ്ങേപ്പാട്ടോ? അതെന്താ പാട്ടാ തെങ്ങേപ്പാട്ട്? ഈ തെങ്ങിന്റെ മണ്ടയിൽ 2 കോളാമ്പി വെച്ചിട്ട് പാടിക്കില്ലയോ, അതായി തെങ്ങേപ്പാട്ട്. ഓ ഇതിലും നന്നായിട്ട് എന്റെ മക്കൾ ജിൻസിയും പ്രിൻസിയും പാടുമല്ലോ. എന്നാ അടുത്ത വർഷം തന്റെ മക്കള് ജിൻസിയം പിടിച്ച തെങ്ങിന്റെ മണ്ട കെട്ടുവെച്ചങ്ങ് പാടിക്കും. അച്ഛനൊരു സംശയം, ഈ ജിൻസിയും പ്രിൻസിയും എങ്ങനെ നമ്മൾ തെങ്ങിന്റെ മണ്ട വരെ എത്തി? ഈ ദിയാളജി അച്ഛനാണെന്ന് ഞാൻ നോക്കിയല്ല, എന്റെ മക്കളെ എന്താ ചെയ്യണമെന്ന് എനിക്കറിയാം. ഞാൻ കാര്യം പറഞ്ഞു കേട്ടോ. അടുത്ത കണക്ക് വായിക്കുമ്പോ പള്ളിപ്പെരുന്നാളിന് വെടിക്കെട്ട് നടത്തിയ വക 75,000 രൂപ. ആ കണക്ക് ഞാൻ പറയാം. 500 അമിട്ട് 2,500 വാണം, അല്ലറ ചില്ലറ അത്തിരി പിത്തിരി മാലപ്പടക്കം എല്ലാടെ കൂടി 75,000 രൂപ. കുഞ്ഞ് 2,500 വേണോ? 10,500 വേണം വിട്ടായി കോഴിക്കോട് പോലെ ഇരുന്ന പള്ളി മുഴുവൻ തകർന്ന് തരിപ്പെടാം. അതിനാണ് നീ 70. ഇതെന്തൊരു കണക്കാ കുഞ്ഞ്? അച്ഛ ഈ അമിട്ടിൽ വളരെ തെറ്റിപ്പ് നടന്നിട്ടുണ്ട്. ഞാനൊന്ന് പറയട്ടെ, എല്ലാ വർഷവും വെടിക്കാരൻ കുട്ടിയാണ് ഇവിടെ വെടിക്കെട്ട് നടത്തുന്നത്. ഇപ്രാവശ്യം മേളിലോട്ട് പോയ അമിട്ടിന്റെയും വാണത്തിന്റെയും കണക്ക് നിങ്ങൾക്ക് അറിയാവോ? നിങ്ങൾ ആരെങ്കിലും എണ്ണിയായിരുന്നോ? ആ കുട്ടി തന്ന കണക്ക് മാത്രമേ ഞാൻ ഇങ്ങോട്ട് തന്നുള്ളൂ. എന്നാലും പോട്ടെ. ഇനി അടുത്ത കണക്ക് പറയാൻ പോവാ. ഒരാഴ്ച പള്ളിയിൽ സ്നേഹവിരുന്ന് നടത്തിയതിന് 80,000 രൂപ. 80,000 രൂപയോ? കുറച്ച് ഉണക്കബ്രെഡും കരിങ്ങാലി വെള്ളം അതും കൊടുത്തതിനാണ് 80,000 രൂപ. ഈ നാട്ടുകാർക്ക് ഉണക്ക ബ്രെഡും കരിങ്ങാലി വെള്ളം കൊടുക്കാം, ഞങ്ങള് കമ്മിറ്റിക്കാർക്ക് അത് പറ്റൂ? ഞങ്ങള് ഹോട്ടലിൽ നിന്ന് 3 നേരം ഭക്ഷണം മേടിച്ച് കഴിച്ചു. ചേടാ അങ്ങനെ ഈ 80,000 രൂപ ആയത്. ഓക്കെ, കമ്മിറ്റിക്കാരെ സമ്മതിക്കാം. കമ്മിറ്റിക്കാരുടെ വീട്ടുകാരും വന്ന് കഴിച്ചില്ലേ? അത് ഞങ്ങള് വീട്ടിലൊന്നും വെച്ചില്ലടാവേ. ഒരാഴ്ച പള്ളിക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ചിരിക്കുമല്ലായിരുന്നു. അതുകൊണ്ട് എല്ലാരും വീട്ടിൽ കൊണ്ടാ കഴിച്ചത്. ഇടയ്ക്കിടയ്ക്ക് അച്ഛനും നന്നായിരുന്നു. എന്താണ് പ്രശ്നം? കള്ളക്കണക്കും കരിഞ്ഞന്റെയും കഴിഞ്ഞ വർഷം കണക്ക് വായിച്ചപ്പോൾ ഇവിടെ 3 ദിവസം ആരും ഉറങ്ങിയിട്ടില്ല. ഇത് അതുപോലെ എങ്ങാനും ആണെങ്കിൽ കൈയും കാലും വെട്ടി അച്ഛനാ കപ്പിയാരോ ഒന്നും നോക്കാതെ വെട്ടി പാട്ടിച്ച് ഇതുപോലെ കിട്ടുകൊടുക്കും. അതുകൊണ്ട് ഒച്ചയൊന്നും ഉണ്ടാകത്തില്ല. നമ്മുടെ ആൾക്കാരാ ഇടിച്ചു കൂമ്പ് കലക്കി.